പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്കിൽ ഞാൻ സിമി ബാബ്ജ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ച വിഷയം ഗുഡ് പേരൻറ്റിംഗ് ആയിരുന്നു. ഗുഡ് പേരൻറ്റിങ്ങിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മവിശ്വാസമുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നത്. എങ്ങനെയാണ് അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വളരെയധികം വലിയ ഒരു റോളാണുള്ളത്. നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മളുടെ കാര്യങ്ങളിൽ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. അവരാൽ ഒക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കണം. സ്വയം പര്യാപ്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും, തെറ്റുകളുണ്ടെങ്കിൽ അത് ക്ഷമയോടുകൂടി അതിൻ്റെ പോരായ്മകൾ എന്താണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മൾ മാതാപിതാക്കൾക്ക് കഴിയണം. കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ വളർന്നു വരുമ്പോൾ അവർ ചുറ്റുമുള്ളവരോടും മാതാപിതാക്കളോടും ഒക്കെ തന്നെ ബഹുമാനമുള്ളവരും സ്നേഹമുള്ളവരും ഒക്കെയായി വളർന്നു വരികയുള്ളൂ. അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് എപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. അവരുമായി സഹകരിച്ച് അവരേത് തരത്തിലുള്ളവരാണ് എന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നല്ല കൂട്ടുകാരെ കൂടുതൽ ചേർത്ത് നിർത്താനും ചീത്ത കൂട്ടുകെട്ടിനെ അകറ്റി നിർത്താനും നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ചീത്ത കൂട്ടുകെട്ടുകാരെ പെട്ടെന്നൊരു നോ പറയാതെ എന്തുകൊണ്ടാണത് അകറ്റി നിർത്തേണ്ടത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നല്ല റോൾ മോഡൽസായിട്ട് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുടെ മുന്നിലുണ്ടാകണം. അച്ഛനെയും അമ്മയും കണ്ടാണ് അവർ വരും ദിവസങ്ങളിൽ പഠിക്കേണ്ടതും വളർന്നു വരുമ്പോൾ പെരുമാറേണ്ടതും എന്ന ബോധം അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. അവരിലെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും നമ്മൾ കേൾക്കണം. അവരുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങളാണെങ്കിലും ക്ഷമയോടുകൂടി കേൾക്കുവാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ആ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനും മാതാപിതാക്കൾക്ക് കഴിയണം. മറിച്ച് മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നത്. മറിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയുമ്പോൾ അവർ തീർച്ചയായും നമ്മോടൊപ്പം നല്ല മക്കളായി വളർന്നു വരും. ഈ ചാനലിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ തീർച്ചയായും അറിയിക്കാൻ കമൻറ്റ് ചെയ്യുകയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളുടെ ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അടുത്ത വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.